നമ്മുടെ പഴയ ലൈനിൽ ഒരു പുതിയ ലൈൻ, അതായത് പുതിയ കണക്ഷൻ എടുക്കണം. അതായത് ഈ 4 ഇഞ്ചിൻ്റെ പൈപ്പിൽ ഒരു ടീ ഇട്ട് പുതിയൊരു കണക്ഷൻ എടുക്കണം. നമുക്ക് ഓൾറെഡി ഫിക്സ് ചെയ്തിരിക്കണത് ലൈനിലാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ നമ്മുടെ റിപ്പയർ കപ്പിളിങ്ങിൽ ഞാൻ ഒരു രൂപമാറ്റം വരുത്തിയിട്ടുണ്ട്. അത് നമ്മൾ അടിയിലത്തെ സോക്കറ്റ് കട്ട് ചെയ്ത് കളയാണ് ചെയ്തേക്കണത്. അടിയിലത്തെ സോക്കറ്റ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി ടീം ഒരു സോക്കറ്റ് ഉണ്ടല്ലോ, അതാണ് കൂടുതൽ സേഫ്റ്റി. ഇങ്ങനെ വെച്ച് നോക്കിയിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തേക്കണത്. വേണ്ട ടീയിൽ കയറ്റി പിടിച്ചല്ല കേട്ടോ നോക്കിയേക്കണത്, ടീമ മുട്ടിച്ച് വെച്ചിട്ടാണ് എടുത്തേക്കണത്. എന്നിട്ട് നേരെ അടിഭാഗത്ത് ടീയുടെ അടിയിലും മാർക്ക് ചെയ്ത്, എന്നിട്ട് വട്ടം കട്ട് ചെയ്ത് കഴിഞ്ഞ് നീളവും കട്ട് ചെയ്ത് ആ പീസ് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി, എന്നിട്ട് ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് അത് കറക്റ്റ് ലെവൽ ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത്. മറ്റേ റിപ്പയർ കപ്ലിങ്ങിൻ്റെ അടിയിലത്തെ ഭാഗം എപ്പോഴും കട്ട് ചെയ്ത് ഉപയോഗിക്കണം തന്നെ ആയിക്കോട്ടെ നല്ലത്. മറ്റേ റബ്ബർ പാക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അടിയിൽ റിട്ടേൺ ഇടാൻ നേരത്ത് അത് അത്രയും സക്സസ് ആവണമെന്നില്ല. റബ്ബർ പാക്കിങ്ങിന് തേയ്മാനം വരാം. മുകളിലിടുന്നത് കുഴപ്പമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പാക്കിങ്ങിന് പ്രശ്നം വന്നാലും നമുക്ക് കുറച്ച് സിലിക്കോൺ അടിച്ചു കൊടുത്താലും അതവിടെ കിടന്നോളും, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ഗ്രൈൻഡ് ചെയ്ത് നല്ല ക്ലിയർ ചെയ്ത് പെയിൻറ്റ് ചെയ്യുമ്പോൾ മാക്സിമം നല്ല ക്ലിയർ ആയിട്ട് ഇതേപോലെ തന്നെ ജീവി വെക്കാൻ ശ്രമിക്കണേ. ആക്സോ ബ്ലേഡിന് സ്ക്രാച്ചുള്ള ഭാഗത്തല്ല, മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ടാണ് ജീവി വെക്കണത്. അധികം സ്ക്രാച്ച് വന്നാലും നമുക്ക് ആ പാക്കിംഗ് വാഷറിലൂടെ ചിലപ്പോൾ ലീക്ക് വരാനുള്ള സാധ്യതയുണ്ടാവും. പിന്നെ അതുമല്ല ലീക്ക് വരില്ല എങ്കിലും കയറാനും ഭയങ്കര ബുദ്ധിമുട്ടായിക്കോളും. വേണ്ട സ്മൂത്തായിട്ട് അത് കാര്യം നടന്നു. നമ്മുടെ പീസ് അങ്ങോട്ട് ആദ്യം തന്നെ കയറ്റി വെച്ച് അതിൽ നമ്മൾ വെളിച്ചെണ്ണ ഇട്ടിട്ടാണ് കേട്ടോ. വെളിച്ചെണ്ണ സൈഡിൽ കിട്ടാവുന്ന സംഭവം വെളിച്ചെണ്ണ ഇരുന്ന് അത് അങ്ങോട്ട് വെച്ച് അവരോട് ചോദിച്ച് മേടിച്ചിട്ട് വെളിച്ചെണ്ണ ഇട്ടിട്ട് അങ്ങോട്ട് കയറ്റി വെച്ച്. വെളിച്ചെണ്ണയില്ല ഷാമ്പു എന്തായാലും മതി. അപ്പോൾ വെളിച്ചെണ്ണയാകുമ്പോൾ കുറച്ചധികം നാൾ വാഷറിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ ഇട്ടേക്കണത്. ഞാൻ ഇതിട്ട് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അവിടെ ഇട്ട് കൊടുക്കും സൈഡിൽ. എന്ന് വെച്ചാൽ കുറച്ച് ഇറങ്ങി ആ ഗ്യാപ്പിൽ ഇറങ്ങി വാഷർ കുറച്ചധികം നാൾ നിൽക്കുകയും എന്നുള്ള ഒരു ചെറിയൊരു കാഴ്ചപ്പാടിലാണ്. ടീ ഒട്ടിച്ച് സോൾവെൻറ്റ് അടിയിലത്തെ പോർഷൻ എപ്പോഴും എല്ലാവരും 4 ഇഞ്ചൊക്കെ ഒട്ടിക്കാൻ നേരത്ത് കുറച്ചധികം സോൾവെൻറ്റ് ഇട്ടേക്കണോട്ടോ, കുറച്ച് കൂടുതലായിട്ട്. എല്ലാത്തിലും ഇട്ടോ, പക്ഷേ അടിയിലത്തെ പോർഷൻ ഒട്ടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതൊക്കെ സോൾവെൻറ്റ് കുറച്ചിട്ടാലും ലീക്കൊന്നും വരാൻ പോകില്ല, പക്ഷേ അടിയിലോട്ട് പോകുന്ന പോർഷൻ എപ്പോഴും ശ്രദ്ധിക്കണം. മാക്സിമം പുതിയ ലൈനൊക്കെ ആണെങ്കിൽ കിടത്തി നിലത്തിട്ടിട്ട് ഒട്ടിക്കാൻ നോക്കിക്കോളാം. അതാകുമ്പോൾ കുഴപ്പമില്ല. അടിയിലത്തെ പോർഷൻ ടീയുടെ അടിയിലത്തെ പോർഷൻ ഒട്ടിച്ചത് നിലത്ത് വെച്ച് ഒട്ടിച്ചിട്ട് ഇതേപോലത്തെ പോർഷൻ എപ്പോഴും എങ്ങനെ വേണമെങ്കിലും ഒട്ടിക്കാം. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റി. അപ്പോൾ നമ്മുടെ പുതിയ കണക്ഷൻ ഓക്കെ ആയി.